നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കണ്ടെത്തിയതായി സൂചന. സ്വർണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പരിശോധന നടക്കുന്നു. പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ പരിശോധന നടക്കുകയാണ്. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് ആരംഭിച്ചു. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, ഒപ്പം ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് എന്നിവർ ചേരുന്നു. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്ക്. അരുൺ, നിർണായകമായ ചില നീക്കങ്ങൾ SIT നടത്തിയിരിക്കുന്നു. അതിൽ തെളിവ് ശേഖരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്വർണം തന്നെ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെടുത്തു എന്നൊരു വിവരം വരുന്നു. എന്താണ് നിലവിലെ പരിശോധനയുടെ സ്റ്റേറ്റസ്? പ്രജിൽ, അതിലൊരു സ്ഥിരീകരണം കൂടി ഉണ്ടായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. 150 ഗ്രാമിലേറെ സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു മല്ലേശ്വരത്തെ ഈ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയത്. അന്വേഷണ സംഘം ഇന്ന് രാവിലെ 9:15 ഈ മല്ലേശ്വരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലേക്ക് എത്തിയത്. ആ ഘട്ടം മുതൽ ആരംഭിച്ച പരിശോധനയാണ്. ആ പരിശോധനയിലാണ് ഇപ്പോൾ സ്വർണം പിടികൂടിയിട്ടുള്ളത്. സ്വർണ്ണാഭരണങ്ങളാണ് പിടികൂടിയത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത് 150 ഗ്രാമിലേറെയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അതിൻ്റെ ഉറവിടം ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അത് ഈ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ഈ സ്വർണ്ണപ്പാളിയുടെ നിന്ന് വേർതിരിച്ച സ്വർണത്തിന്റെ ഭാഗമാണോ, അതിൻ്റെ അവശേഷിക്കുന്ന സ്വർണമാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിൽ പരിശോധന ആവശ്യമാണ് എന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഒരു നിർണായകമായിട്ടുള്ള വിവരം കൂടി ലഭിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഫ്ളാറ്റിൽ നിന്നും അതിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ സ്വർണം പിടികൂടിയിരിക്കുകയാണ്. 150 ഗ്രാമിലേറെയുള്ള സ്വർണ്ണാഭരണങ്ങളാണ് പിടികൂടിയത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഫ്ളാറ്റിന് മുന്നിലാണ്. ഇപ്പോഴും ഇവിടെ പരിശോധന തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബംഗളൂരുവാണ്. പ്രത്യേകിച്ച് ഈ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രവും ഇതിൻ്റെ പരിസരവും ഉൾപ്പെടെ അടങ്ങുന്ന സ്ഥലങ്ങളാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രൈം പോയിന്റ്, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ആസൂത്രണമൊക്കെ നടന്ന ഒരു പോയിന്റ് എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഇവിടെയും വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമാണ് എന്നതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. നേരത്തെ 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള തെളിവ് ശേഖരണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് രാവിലെ തന്നെ ഒരു സംഘം ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന ആരംഭിച്ചത്. ഇപ്പോൾ വൈകിട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇപ്പോൾ മറ്റൊരു സംഘം, അതായത് SITയുടെ മറ്റൊരു സംഘം അവിടെ എത്തി പരിശോധന അവിടെയും തുടരുകയാണ്. അങ്ങനെ നിർണായക നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ്. നേരത്തെ ഇന്നലെ ബെല്ലാരിയിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളിയിലെ തന്നെ സ്വർണം, അതായത് വേർതിരിച്ച സ്വർണം, അവിടെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ 400 ഗ്രാമിലേറെ സ്വർണം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു മല്ലേശ്വരത്തെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ അന്വേഷണ സംഘത്തിന് സ്വർണം പിടികൂടാൻ സാധിച്ചത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 150 ഗ്രാമിലേറെയുള്ള സ്വർണമുണ്ട്. സ്വർണ്ണാഭരണങ്ങളാണ് എന്ന വിവരമാണ്, പ്രാഥമികമായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. എന്തായാലും ആ സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഉറവിടം പരിശോധിക്കേണ്ടതുണ്ട്, അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് ഈ ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ നിന്ന് വേർതിരിച്ച സ്വർണ്ണമാണോ, അത് തന്നെയാണോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വർണ്ണമാണോ ഇത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അതിലാണ് ഇനിയിപ്പോൾ പരിശോധന നടത്തേണ്ടത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘം നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തുന്നു. അതിനുശേഷം ഇതിൽ ഈ കുറ്റകൃത്യത്തിൽ ഏതെല്ലാം രീതിയിലാണ്, എവിടെയൊക്കെയാണ് ഇതിൻ്റെ ആസൂത്രണം, അതിൻ്റെ പ്രവൃത്തികൾ നടന്നിട്ടുള്ളത്, അവിടെയെല്ലാം തെളിവ് ശേഖരണം നടത്തുന്നു. അതിൻ്റെ ഭാഗമായാണ് ബംഗളൂരുവിലും ചെന്നൈയിലും ഒരേ സമയത്ത് പരിശോധന നടക്കുന്നത്. 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഹൈദരാബാദിൽ നിന്നും വേർതിരിച്ച സ്വർണം പിന്നീട് ഗോവർദ്ധന് കൈമാറുന്നു. പിന്നീടുള്ള ചെമ്പുപാളി ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചാണ് അതിൽ സ്വർണം പൂശുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം വേർതിരിക്കുന്നതിന് വേണ്ടി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയത്
നാഗേഷ് എന്ന ആളാണ്. ഈ നാഗേഷ് എന്ന ആൾക്ക് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസുമായി അടുത്ത ബന്ധമുണ്ട് എന്ന വിവരം കൂടി അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത അല്ലെങ്കിൽ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. അതിനുള്ള വളരെ ചടുലമായ നീക്കങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ SIT ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം രണ്ടിടങ്ങളിൽ പരിശോധന. സ്മാർട്ട് ക്രിയേഷൻസിലും ഒരുപക്ഷെ എന്തെങ്കിലും ഇത് സംബന്ധിക്കുന്ന രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും ഇപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്നത് ബംഗളൂരു മല്ലേശ്വരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിന് മുന്നിലാണ്. ഇവിടെ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ആ പരിശോധനയിലാണ് ഇപ്പോൾ 150 ഗ്രാമിലേറെയുള്ള ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ അരുൺ പൂപ്രഭ ബംഗളൂരിൽ നിന്നും പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ബിഗ് ബ്രേക്കിംഗ് വാർത്തയാണ് ആദ്യമായി പ്രേക്ഷകരിലേക്ക് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സ്വർണം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും. ആ സ്വർണത്തിന്റെ ഉറവിടം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. 150 ഗ്രാമിലേറെ സ്വർണമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയത് എന്ന സുപ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്നും അരുൺ പൂപ്പറമ്പ പങ്കുവച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ആ പരിശോധന ഇപ്പോൾ അവിടെ തുടരുകയാണ്. അതേസമയം സമാന്തരമായി ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലും ഇപ്പോൾ SIT സംഘത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട്. അവിടെ മുഹമ്മദ് റഹീസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, സ്മാർട്ട് ക്രിയേഷൻസിലെ പരിശോധന ഇപ്പോൾ എന്തായി? അവിടുത്തെ പുതിയ വിവരങ്ങൾ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് ഈ സ്വർണ്ണക്കൊള്ളയിലെ പങ്കാളിത്തം അത് ഉറപ്പിക്കാൻ കഴിയുന്ന വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ മുൻപാണ് ചെന്നൈയിലെ അമ്പത്തൂർ എസ്റ്റേറ്റ് റോഡിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന ആരംഭിച്ചത്. ആ പരിശോധന ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT സംഘം എവിടെ എന്ന ചോദ്യമുണ്ടായിരുന്നു. നേരത്തെ ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാതിരുന്നപ്പോൾ അവിടെ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം SIT ഇവിടേക്ക് എത്തുകയാണ്. എത്തി അകത്ത് കയറി പരിശോധന നടത്തുകയാണ്. നിലവിൽ ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ഇവിടെ ഉണ്ട്, പങ്കജ് ഭണ്ഡാരി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടിയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത്. ഇവിടെ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ SITക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളി കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടും അത് ഇലക്ട്രോപ്ലേറ്റ് അത് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്തതുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള വിവരങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ 109 ഗ്രാം സ്വർണ്ണമാണ് പണിക്കൂലിയായി ഈ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തതിനായി ഈ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതിനായി ഇത്തരത്തിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയിരിക്കുന്നത് 109 ഗ്രാം സ്വർണ്ണമാണ്. ഈ 109 ഗ്രാം സ്വർണ്ണവും കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം ഉരുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പങ്കാണുള്ളത്, ഏതൊക്കെ തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒരു എംപ്ലോയിയാണ്, അവിടുത്തെ ഒരു തൊഴിലാളിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത്. ഈ സ്വർണം ഉരുക്കാനായി സഹായിച്ചു, അദ്ദേഹത്തിനും സ്വർണം നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പരിശോധന കൂടി ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്നു വരികയാണ്. ഇവിടെ എത്തിച്ചാണ് ഇതിന്റെ നേരത്തെ ഈ പൂജയുമായി ബന്ധപ്പെട്ട് ഈ വാതിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദമുണ്ടായിരുന്നു. അതിനൊക്കെയും ഉറവിടമായിട്ടുള്ള അതൊക്കെ നടന്ന സ്ഥലമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ്. അവിടെ എന്തായാലും പരിശോധന പുരോഗമിക്കുകയാണ്. നിലവിൽ 2 വാഹനങ്ങളും സ്മാർട്ട് ക്രിയേഷൻസിന് ഉള്ളിലേക്കാണ് ഇട്ടിരിക്കുന്നത്. പരിശോധന ഒരുപക്ഷെ നീണ്ടേക്കാം. പ്രജിൻ, ശരി. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് 2 സുപ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഒന്ന്, ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടക്കുന്നു. ഒപ്പം തന്നെ ബാംഗ്ലൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും ഇപ്പോൾ ഈ പരിശോധന നടക്കുകയാണ്. SIT സംഘമാണ് പരിശോധിക്കുന്നത്. അവിടെ സ്വർണം പിടിച്ചെടുത്തു എന്ന വാർത്ത കൂടി ഈ മണിക്കൂറിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇനി മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2ാം പ്രതി മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെത്തിയ SIT സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് കണ്ടെത്തിയത്. 2019 പെരുന്നയിൽ വീട് നിർമ്മിച്ചതിനെക്കുറിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ തേക്ക് തടികൾ എത്തിച്ചത് ക്ഷേത്രാവശ്യങ്ങൾക്ക് എന്ന പേരിലാണെന്ന് SITക്ക് വിവരം ലഭിച്ചു. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു 4 മണിക്കൂറോളം നീണ്ട പരിശോധന. പെരുന്നയിൽ കോടികൾ ചെലവഴിച്ച് മുരാരി ബാബു നിർമ്മിച്ച വീടിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് അന്വേഷണം നടത്തും. വീട്ടിലേക്ക് ആവശ്യമായ തേക്കുതടികൾ എത്തിച്ചത് ക്ഷേത്രാവശ്യങ്ങൾക്ക് എന്ന പേരിലാണെന്നാണ് SITക്ക് ലഭിച്ച വിവരം. മഹ്സറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ പ്രസിഡന്റ് A. പത്മകുമാറും ദേവസ്വം കമ്മീഷണർ N. വാസുവും കണ്ടിരുന്നെന്നാണ് മുരാരി ബാബുവിന്റെ മൊഴി. റിമാൻഡിൽ കഴിയുന്ന മുരാരി ബാബുവിനെ 28-ന് ഹാജരാക്കണമെന്ന് റാന്നി കോടതി നിർദ്ദേശിച്ചു. അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി. ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന.
ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തവരെ കൽത്തുറുങ്കിലടയ്ക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുറുങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് BJPയുടെ രാപകൽ സമരം. പ്രതിഷേധത്തിനിടെ വാഹനം തടഞ്ഞ പ്രവർത്തകരും ഓട്ടോറിക്ഷ ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടായി. സമരത്തിൽ നിന്ന് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ V മുരളീധരനും K സുരേന്ദ്രനും വിട്ടുനിന്നു. കോരിച്ചൊരിയുന്ന മഴയിലും കനത്ത വെയിലിലും പ്രവർത്തകർ ശരണം വിളിയും മുദ്രാവാക്യങ്ങളുമായി കന്റോൺമെന്റ് ഒഴികെയുള്ള 3 ഗേറ്റുകൾ ഉപരോധിച്ചു. സമരത്തിനിടെ പ്രവർത്തകർ വാഹനം തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഓട്ടോറിക്ഷ ഡ്രൈവറും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കൊള്ളയെ കൊള്ളയായിട്ട് ഞങ്ങൾ കാണും, കൊള്ളക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് ജയിലയക്കും. അതിനിടെ ഉപരോധത്തിൽ നിന്ന് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ V മുരളീധരനും K സുരേന്ദ്രനും വിട്ടുനിന്നത് പാർട്ടിയിലെ ഭിന്നത മറനീക്കി. സെക്രട്ടേറിയറ്റ് സമരത്തിൽ പങ്കെടുക്കാനാകില്ലെന്ന് നേരത്തെ അറിയിച്ചതാണെന്ന് K സുരേന്ദ്രന്റെ പ്രതികരണം. ഞാൻ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം ഇത് നിശ്ചയിച്ച ദിവസം തന്നെ അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ട്. BJP CPM പോലെയോ കോൺഗ്രസ് പോലെയോ അല്ല. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലും ഇരു നേതാക്കളും പങ്കെടുത്തിരുന്നില്ല. ചെന്നൈയിലെ പരിപാടിയിലായതിനാലാണ് സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതെന്ന് V മുരളീധര വൃത്തങ്ങളുടെ വിശദീകരണം. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതിൽ വിശദീകരണം നൽകാൻ മന്ത്രി V ശിവൻകുട്ടി നേരിട്ടെത്തിയിട്ടും അയയാതെ CPI. വകുപ്പിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടിയാണ് പദ്ധതിയോട് യോജിച്ചതെന്ന മന്ത്രിയുടെ വിശദീകരണം CPI തള്ളിക്കളഞ്ഞു. സ്വകാര്യ സംഭാഷണം കൊണ്ട് പ്രശ്നം തീരില്ലെന്ന് മന്ത്രി GR അനിൽ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. പദ്ധതി കേരളത്തിന് ദോഷകരമെങ്കിൽ പിൻവലിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ 24നോട് പറഞ്ഞു. രാവിലെ 11:45ഓടെയാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തിയത്. സംസ്ഥാന സെക്രട്ടറി ബിനു വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനിടയായ സാഹചര്യം വിശദീകരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ നിരത്തി ഒപ്പിടലിനെ ന്യായീകരിച്ച മന്ത്രി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്നും ഉറപ്പ് നൽകി. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് ഒരു സൂചനയും നൽകിയില്ല. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമായതോടെ നിലപാടിൽ അയവുവരുത്താൻ CPIയും തയ്യാറായില്ല. കാതലായ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ ചർച്ച നടത്തിയിട്ട് എന്ത് കാര്യമെന്ന വികാരത്തിലായിരുന്നു CPI നേതൃത്വം. പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ. പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാൻ പറ്റും. പദ്ധതിയിൽ ഒപ്പുവെച്ച തീരുമാനം തിരുത്തിയില്ലെങ്കിൽ മന്ത്രിസഭാകത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന CPI അനുനയിപ്പിക്കാൻ LDF കൺവീനർ രംഗത്തെത്തി. കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഈ ഒപ്പിട്ട കരാറിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഗൗരവമായി പരിശോധിച്ച് ഞങ്ങൾ കൂട്ടായ ചർച്ച നടത്തി അത് സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് കാണാൻ സാധിക്കും. സർക്കാർ തിരുത്തുന്നില്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ തിങ്കളാഴ്ച CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേരും. 24 തിരുവനന്തപുരം. PM ശ്രീയിൽ CPIയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തിയേക്കും. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച നടത്താതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയാണെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ കടുത്ത പ്രതിഷേധത്തിലുള്ള CPI അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങും. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം CPI നേതാക്കളെ മുഖ്യമന്ത്രി നേരിട്ട് കാണും. തിങ്കളാഴ്ച പുനഃപ്രവേലാർ വാരാചരണത്തിന്റെ സമാപനത്തിൽ മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറിയും ഒരുമിച്ച് വേദി പങ്കിടുന്നുണ്ട്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രതിഷേധം രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന CPIയെ മെരുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് CPIM നേതൃത്വം. ചർച്ച കൂടാതെ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന നടപടിയിലേക്ക് പോയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയാണെന്ന് CPIM നേതൃത്വം വിലയിരുത്തുന്നു. വിദ്യാഭ്യാസ മന്ത്രിയും അത് സമ്മതിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതി സംബന്ധിച്ച CPIയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. അങ്ങനത്തെ ഒരു സാഹചര്യം എവിടെയോ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. അതൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ പാർട്ടി തന്നെ അതിനകത്ത് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തിലേക്ക് പോകും. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ CPI മുഖപത്രം ജനയുഗം മുഖപ്രസംഗം എഴുതി. ഫാസിസ്റ്റ് അജണ്ടയ്ക്ക് വഴങ്ങിക്കൂടാൻ തലക്കെട്ടുള്ള മുഖപ്രസംഗത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്.
വിദ്യാഭ്യാസ മന്ത്രിയുടെ പൊടുന്നനെയുള്ള ചൂടുമാറ്റം LDFന്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരാണ്. ചർച്ചകളുടെയും സമവായത്തിന്റെയും എല്ലാ സാധ്യതകളും അട്ടിമറിച്ചാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണെന്നും ജനേകം മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI ജനറൽ സെക്രട്ടറി D രാജ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാടിനെ പോലെ കേരളവും നിയമ നടപടി സ്വീകരിക്കണമായിരുന്നുവെന്ന് D രാജ പറഞ്ഞു. പ്രശ്നം ഇരു പാർട്ടികളും സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MA ബേബി പ്രതികരിച്ചു. CPI ദേശീയ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമനുസരിച്ചാണ് ജനറൽ സെക്രട്ടറി D രാജ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം രാമകൃഷ്ണ പാണ്ഡെയ്ക്കൊപ്പം AKG ഭവനിലെത്തിയ D രാജ MA ബേബി PB അംഗം അരുൺകുമാർ എന്നിവരുമായി 45 മിനിറ്റോളം ചർച്ച നടത്തി. ധാരണാപത്രത്തിൽ നിന്നും പിന്മാറണമെന്ന ബേബിയോട് ആവശ്യപ്പെട്ടതായും ഇനി തീരുമാനം CPIMന്റേതാണെന്നും D രാജ. Been informed by Comrade Baby, he has also told his own party, so both parties can discuss and work out something. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതുകൊണ്ട് കേരളത്തിൽ ഒരു വർഗീയവൽക്കരണവും ഉണ്ടാകില്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതെന്നും MA ബേബി. ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPIയുടെയും CPIMന്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതിനോട് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലെങ്കിൽ തമിഴ്നാടിനെ പോലെ കേരളവും കോടതിയെ സമീപിക്കണമായിരുന്നു എന്നാണ് രാജയുടെ മറുപടി. In this background, we will look at this MOU and we will see how we can tackle the situation, how we can review the whole thing and what solution we can arrive at. We have asked our Kerala party. പദ്ധതിയിൽ നിന്നും പിന്മാറുകയല്ലാതെ രാഷ്ട്രീയ പരിഹാരമില്ലെന്നാണ് CPI ദേശീയ എക്സിക്യൂട്ടീവിന്റെയും നിലപാട്. 24 ഡൽഹി. PM ശ്രീ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രത്യക്ഷ സമരം കടുപ്പിക്കുകയാണ് CPI വിദ്യാർത്ഥി യുവജന സംഘടനകൾ. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് AISFും AIYFും മാർച്ച് നടത്തി. കൊച്ചിയിൽ ധാരണാപത്രത്തിന്റെ പകർപ്പ് കത്തിച്ചായിരുന്നു പ്രതിഷേധം. വിദ്യാഭ്യാസ വകുപ്പിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് AISFും AIYFും. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഭരണാനുകൂല വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ അസാധാരണ മാർച്ച്. ഇതേ സമയത്ത് തന്നെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധം. എറണാകുളം DD ഓഫീസിലേക്ക് AIYF നടത്തിയ മാർച്ചിൽ ധാരണാപത്രത്തിന്റെ പകർപ്പ് കത്തിച്ചായിരുന്നു പ്രതിഷേധം. രാവിലെ കണ്ണൂരിലും AISF AIYF പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. കണ്ണൂർ DD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കാസർഗോഡ് AE ഓഫീസിലേക്ക് MSF മാർച്ച് നടത്തി. പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്? എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് അഭിവാദ്യമർപ്പിച്ച് തൃശൂരിൽ ABVP പ്രകടനം നടത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖംമൂടി ധരിച്ചായിരുന്നു ABVPയുടെ പ്രകടനം. ന്യൂസ് ഡെസ്ക് 24. 27ാം കേരള സ്കൂൾ കായികമേളയിൽ ഇരട്ട സ്വർണം നേടിയ ദേവനന്ദയ്ക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. വീടിന്റെ അസൗകര്യം ദേവനന്ദ 24ലൂടെയാണ് പറഞ്ഞത്. 24 ഇംപാക്ട്. വീട് സ്വന്തമായിട്ടില്ലെന്നാ പറയുന്നത്. വീട് സ്വന്തമായിട്ടാണ്, പക്ഷെ പഴയ വീടാണ്. പഴയ വീടാണ്. സ്ഥലം ഉണ്ടായിരിക്കും അല്ലേ? സ്ഥലമുണ്ട്. എത്ര സെന്റാ? 9 സെന്റ്. 9 സെന്റ്. അപേക്ഷ മിസ്റ്റർ ഈ കുട്ടി നമ്മുടെ അടുത്താണ് ആദ്യമായിട്ട് പറഞ്ഞത് ഈ ഒരു സംഭവം. അതെന്താണെന്ന് അവളൊരു അപേക്ഷ എനിക്ക് തരട്ടെ. പരിഗണിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ പരിഗണിക്കാൻ കഴിയുമെന്ന് നോക്കാം. 2 സ്വർണം നേടിയൊരു കുട്ടിയാണ്. 2 സ്വർണം നേടിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പരിഗണിക്കാൻ പറ്റുമെന്ന് നോക്കാം. സന്തോഷം.
അർജന്റീന ടീം കേരളത്തിൽ കളിക്കില്ല. മെസ്സിയും സംഘവും വരില്ലെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ സ്ഥിരീകരിച്ചു. ഗ്രൗണ്ടും സ്റ്റേഡിയവും സജ്ജമാകാത്തതുകൊണ്ടാണ് ഫിഫ അനുമതി നിഷേധിച്ചത്. നവംബർ മാസത്തിൽ ലോക ചാമ്പ്യന്മാർ കളിക്കുന്ന ഏക മത്സരം അങ്കോളയ്ക്കെതിരെയായിരിക്കും. ലുവാണ്ടയിൽ നടക്കുന്ന മത്സരത്തിന് ശേഷം ടീം അർജന്റീനയിൽ പരിശീലനത്തിനായി പോകും. ഫിഫയുടെ അനുമതി ലഭിച്ചാൽ അർജന്റീന ടീം എത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.